അതെ, നമുക്കൊരു വയ്യാടിക്കോ അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടുന്ന ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ്. അതുപോലെ തന്നെ അവർക്ക് അതേ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വേറെ അടുത്തേക്ക് ഓടണം. എല്ലാവർക്കും മനസ്സിലാക്കാണ് ഞാൻ പറയാൻ വരുന്നത്. ഈ അടുത്ത് തന്നെ ഓഗസ്റ്റ് 9 തീയതി കൊൽക്കത്തയിൽ നടന്ന ഡോക്ടർ മമിതയെ അതിബ്രൂട്ടലായിട്ട് കൊലപാതകം ചെയ്ത കേസിനെ പറ്റി പറയാനാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിൽ നടക്കുമ്പോൾ നമുക്ക് 78ാമത് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുപോലെ തന്നെ 2023 ഡോക്ടർ വന്ദനദാസ്, നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ക്രിമിനലിൻ്റെ കൈകൊണ്ട് കുത്തിയിട്ട് മരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 1 ആണോ 2 ആണോ 3 ആണോ അതോ എത്ര തവണയാണ് നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നത്? നമ്മളുടെ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെയുള്ളവരെ നട റോട്ടിലിട്ട് പച്ചയ്ക്ക് തീ കൊളുത്തണം, അങ്ങനെയുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുകയുള്ളൂ. ഡോക്ടർ മമിത കേസിൻ്റെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്, 36 മണിക്കൂറിന് ശേഷം ഒരല്പനേരം വിശ്രമിക്കാനായി സെമിനാർ ഹാളിലേക്ക് പോകേണ്ടി വന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ അവസ്ഥയാണ്. ഇതിങ്ങനെ ഡോക്ടറുടെ മാത്രമല്ല, മെഡിക്കൽ ഫീൽഡിലുള്ള ലാബ് ടെക്നീഷ്യൻ ആവാം, അതുപോലെ തന്നെ നേഴ്സസ് ആവാം, അങ്ങനെ മറ്റു പലരും ആവാം. ഇങ്ങനെയുള്ളവർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ നാടിന് വേണ്ടി സേവനം നടത്തുന്നവരാണ്. അവർക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാനാവുന്നത്? അതിലേറെ ഷോക്കിംഗ് ആയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഡ്നൈറ്റ് മാർച്ച് കഴിഞ്ഞിട്ടുള്ള രാത്രിയിൽ പ്രിയങ്ക എന്ന് പറയുന്നൊരു പെൺകുട്ടി ഒരു പൊതുസ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്നുള്ള കാര്യത്തിലാണ്. ഇനിയുള്ള ദിനങ്ങളെങ്കിലും മനുഷ്യമൃഗങ്ങളെ പീഡിക്കാതെ അവർക്ക് ജീവിക്കാനാവെങ്കിൽ അതായിരിക്കും നമുക്ക് ആകെ കിട്ടുന്നൊരു സ്വാതന്ത്ര്യം.